ബാധിക്കുന്ന ബാങ്കിംഗ്, നോൺ ബാങ്കിംഗ് രംഗത്തുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അവർ അടയ്ക്കേണ്ട ആദായ നികുതി, ലഭിക്കേണ്ട നികുതി ഇളവുകൾ, സാമ്പത്തിക വിനിമയ രംഗങ്ങളിൽ പ്രവാസികൾക്കുള്ള സംശയങ്ങൾ. ഇത്തരം വിഷയങ്ങളിൽ പ്രവാസികൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി പ്രശസ്ത ധനകാര്യ വിദഗ്ധൻ ബിജോയ് എം പൗലോസ് പ്രവാസ ലോകത്തോടൊപ്പം ചേരുന്നു. ബിജോയ്, കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് പ്രവാസികൾക്ക് ഗുണകരമാവുന്ന സാമ്പത്തിക വിഷയങ്ങളിൽ താങ്കളുടെ അറിവുകൾ പങ്കുവെക്കുന്നുണ്ട്. ഈ ആഴ്ച അറിയേണ്ടത് ഈ പ്രവാസികൾ വിദേശത്തു നിന്ന് വരുമ്പോൾ അവർക്ക് എത്രത്തോളം സ്വർണം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മതിപ്പ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം കൊണ്ടുവരാൻ പലപ്പോഴും പലരും ശ്രമിക്കാറുണ്ട്. പക്ഷേ നിയമപ്രകാരം ഒരാൾക്ക് എത്രമാത്രം സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? അതായത് കസ്റ്റംസ് നിയമത്തിൻ്റെ ബാഗേജ് റൂൾസിലാണ് ഈ സ്വർണം കൊണ്ടുവരാനുള്ള അലവൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡ്യൂട്ടി അടച്ച് നമ്മളൊരു 6 മാസം എങ്കിലും പുറത്ത് താമസിച്ചിട്ടുള്ള ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡ്യൂട്ടി അടച്ച് 1 കിലോ വരെ സ്വർണം കൊണ്ടുവരാൻ അനുവാദമുണ്ട്. ഡ്യൂട്ടി അടയ്ക്കാതെ നമ്മൾ ഫ്രീ ആയിട്ട് സ്വർണം കൊണ്ടുവരാനുള്ള പരിധി വളരെ കുറവാണ്. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ച് 20 ഗ്രാം സ്വർണം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് 40 ഗ്രാം സ്വർണം. 20 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര പവൻ വന്നു? 2.5 പവൻ. 2.5 പവൻ സ്വർണ്ണമാണ് ഒരു മെയിൽ പേഴ്സണെ സംബന്ധിച്ച് ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് 40 ഗ്രാം, 5 പവൻ സ്വർണ്ണമാണ് ഈ ലേഡിയെ സംബന്ധിച്ച് ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. പക്ഷേ ആശ്വസിക്കാനില്ല, അത്രയും പോലും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു വാല്യൂ സീലിംഗ് ഉണ്ട്. ഈ 20 ഗ്രാം സ്വർണം അല്ലെങ്കിൽ 50,000 രൂപയുടെ സ്വർണം. അപ്പോൾ വാല്യൂ സീലിംഗ് 50,000 വരുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ വില അനുസരിച്ച് 1 പവൻ സ്വർണം പോലും കൊണ്ടുവരാൻ പറ്റില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് 1 ലക്ഷം രൂപയാണ് വാല്യൂ സീലിംഗ്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ സ്വർണം എന്ന് പറഞ്ഞാൽ 1.5 പവൻ, അതിൽ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ പറ്റില്ല. ഇനി ഇതേ അലവൻസ് തന്നെ ആൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ 20 ഗ്രാം പരമാവധി 50,000 രൂപയുടെ സ്വർണം, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ 40 ഗ്രാം പരമാവധി 1 ലക്ഷം രൂപയുടെ സ്വർണം. ഇതാണ് ബാഗേജ് അലവൻസിൽ ഒരു പാസഞ്ചറിന് ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരാൻ പറ്റുന്നത്. അത് ഈ സ്വർണം ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന സ്വർണത്തിൻ്റെ വർദ്ധിച്ച നിരക്ക് അമെൻഡ് ചെയ്യാത്തതുകൊണ്ട് പറ്റിയതാണെന്ന് തോന്നുന്നു അല്ലേ? വാല്യൂ സീലിംഗ് ഏത് സമയത്ത് കുറേ മുമ്പ് ഫിക്സ് ചെയ്ത വാല്യൂ സീലിംഗ് ആണെന്നാണ് എൻ്റെ അറിവ്. അത് അപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില കൂടുന്നതനുസരിച്ച് വാല്യൂ സീലിംഗ് കൂട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം എഫക്റ്റീവ്ലി ഇപ്പോൾ 24 ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അളവ് കുറയല്ലേ. നമുക്ക് ഒട്ടും തന്നെ സ്വർണം, അതായത് ഡ്യൂട്ടി അടയ്ക്കാതെ കാര്യമായിട്ട് സ്വർണ്ണമേ കൊണ്ടുവരാൻ പറ്റാത്ത, അപ്പോൾ അബദ്ധം സംഭവിക്കാം. നമ്മൾ സാധാരണ ഇതിൽ അത്ര സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ളൊരു പരിശോധന ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു സാധാരണ ഒരു ഓർണമെൻ്റായിട്ട് നമ്മൾ ധരിച്ചുകൊണ്ട് വരുന്ന ഒരു മാലയ്ക്ക് 2 പവൻ 5 പവനൊക്കെ തൂക്കം ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലും നമ്മളവിടെ തടഞ്ഞു വയ്ക്കാനും കോൺഫിസ്കേറ്റ് ചെയ്യപ്പെടാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ സ്വർണ്ണ കടത്തുകാർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ മുദ്രകുത്തപ്പെടാനുള്ള സാധ്യത പോലും വേണമെങ്കിൽ ഉണ്ടെന്നുള്ളതാണ് ഈ പറഞ്ഞ അലവൻസുകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവണത്. ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വളരെ വിചിത്രമായൊരു ചോദ്യമുണ്ട്. നാട്ടിലെ ടാക്സ് കൂടിയിട്ടാണ് പല മനുഷ്യരും ഒരു പുഷിങ് ഫാക്ടർ ഉണ്ടല്ലോ, പ്രവാസം ഒരാൾ കുടിയേറ്റം സ്വീകരിക്കാനുള്ള പുഷിങ് ഫാക്ടറുകളിൽ പലതും പറയുന്നുണ്ട്. ദാരിദ്ര്യം, നാട്ടിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ കുറവ്. അക്കൂട്ടത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് പറയുന്നു നാട്ടിലെ ടാക്സും മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് എന്ന് പറയുന്നൊരു ഒരു പ്രയോഗം നടക്കുന്നുണ്ട്. അത് എന്തെങ്കിലും വാസ്തവമുണ്ട്? ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന വേറെയും കുറച്ച് വീഡിയോകളുണ്ട്. വേറെ പല ചാനലുകളിലും ഇതുപോലെയുള്ള ടാക്സ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഈ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ താഴെ മിക്കവാറും വരുന്ന കമൻറ്റാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് റഫീഖ് പറഞ്ഞത്. അത് ടാക്സ് ടെററിസം ആണ് ഇന്ത്യയിൽ നടക്കുന്നത്, ഇതുകൊണ്ടാണ് ഇവിടെ എന്തെങ്കിലും നിവൃത്തിയുള്ളവൻ നാടുവിട്ട് പോകണമെന്നുള്ളൊരു കമൻറ്റ് വളരെ കോമൺ ആണ്. പക്ഷേ ആ ഒരു കാര്യത്തിൽ എനിക്കതിൽ വേറൊരു അഭിപ്രായമാണ്. ടാക്സ് റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും മറ്റു പല രാജ്യങ്ങളെയും വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ ടാക്സ് റേറ്റ് അത്രയും കൂടുതലല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതായത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ പല സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് ടാക്സും അവരുടെ ഫെഡറൽ ടാക്സും കൂടി ചേർത്ത് വരുമ്പോഴത്തേക്കും 50% ടാക്സ് പോകുന്ന സ്ഥലങ്ങളുണ്ട്. ജപ്പാൻ, അങ്ങനെ പല രാജ്യങ്ങളിലും 50% അടുത്ത് ടാക്സുള്ള രാജ്യങ്ങളുണ്ട്.
അപ്പോൾ മിക്കവാറും ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളിലെല്ലാം നമ്മുടെ ഇന്ത്യനേക്കാളും ഇൻഡിവിജ്വൽ ടാക്സ് കൂടുതൽ തന്നെയാണ്. എത്ര പിന്നെ ഒരു പൊതുവേ ഇതിൽ ഒരു ഇങ്ങനൊരു അഭിപ്രായ രൂപയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതലുള്ള ആളുകൾ എന്ന് പറയണത് കുറച്ചും കൂടി നമ്മുടെ ഏഷ്യ കേന്ദ്രീകരിച്ചുള്ളവരാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മളുടെ GCC എണ്ണ രാജ്യങ്ങളിലൊന്നും ടാക്സ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പക്ഷേ ഇത് പെട്ടെന്ന് ഒരു വലിയൊരു ടാക്സ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒട്ടും ടാക്സ് ഇല്ലാത്തൊരു ടെറിട്ടറിയിൽ ഇവിടെ കിട്ടുന്നതിൻ്റെ 1/3 സർക്കാർ വാങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാവണ അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഇന്ന് ടാക്സ് പിരിക്കുന്നതിനനുസരിച്ച് ഒന്ന് ഇവിടെ പ്രോഗ്രസ് ഉണ്ടാവണം, ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ഉണ്ടാവണം. അത് വിസിബിളായിട്ട് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ അഴിമതി ഇല്ലാതെ ആവണം. ഇത് ആളുകളുടെ ഹെസിറ്റേഷൻ, ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നണേ ആളുകൾക്ക് ടാക്സ് അടയ്ക്കാനുള്ളതിനേക്കാൾ കൂടുതൽ ഹെസിറ്റേഷൻ നമ്മളുടെ ഇന്ന് ടാക്സ് പിരിച്ചെടുത്തിട്ട് ഈ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കൾ, അതായത് നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് അവർ അതിൽ നിന്ന് അവർക്ക് ബെനിഫിഷ്യലായിട്ട് അവർക്ക് പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾക്ക് പ്രേരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നണം. പക്ഷേ ആസ് എ ടാക്സ് പ്രൊഫഷണൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റ് വരുമാനങ്ങളില്ലാത്ത ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ടാക്സ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. പിന്നെ നമ്മൾ എല്ലാവരും സത്യസന്ധരായിട്ടാണ് കുറ്റം പറയുന്നതെന്നുണ്ടെങ്കിൽ അതായത് നിയമമാണത്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ട് കുറ്റം പറയുക. നമ്മൾ ടാക്സ് കൊടുക്കുകയുമില്ല കുറ്റവും പറയും എന്നുള്ളതാണ് ഞാൻ കണ്ടതിൽ കൂടുതൽ ആൾക്കാരും പലപ്പോഴും ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഈ ടാക്സ് ഒരു അൾട്ടിമേറ്റ് ടെററാണോ ക്രൈമാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഞാനതിനെ ഒരു ടെററിസം എന്ന് പറയുന്ന രീതിയിൽ ഞാൻ പറയണത് ഈ ടാക്സ് കളക്ട് ചെയ്യണത് കൊണ്ടല്ല. ടാക്സ് ലോസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്തടത്തോളം ദുർഗ്രാഹ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും തന്നെ ആൾക്കാർ ഇതിൽ മടുപ്പുണ്ടാവും. അപ്പോൾ ഈ ടാക്സേഷൻ നിയമങ്ങളിലുള്ള ഈ കോംപ്ലക്സിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ അകത്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ സിസ്റ്റത്തിന് ആളുകളെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതകൾ കുറയും. അപ്പോൾ ഈ ടാക്സ് ലോസിൻ്റെ കോംപ്ലക്സിറ്റീസും കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ആളുകൾ ഇതിനെ ടാക്സ് ടെററിസം എന്നൊക്കെ പറയണത്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഗവൺമെൻറ് പരമാവധി സ്റ്റെപ്പുകൾ എടുക്കുക. പക്ഷേ നമ്മൾ രാജ്യത്തൊരു നിയമമുള്ളപ്പോൾ ആ നിയമത്തിനനുസരിച്ചിട്ട് പോകാമെന്നല്ലാതെ ഞാൻ ഇവിടെ 30% ടാക്സ് ഉള്ളതുകൊണ്ട് ഞാൻ 40% വിദേശ രാജ്യത്തേക്ക് പോയി എന്നൊന്നും പറയണതിൽ എനിക്കൊരു ജസ്റ്റിഫിക്കേഷൻ തോന്നണില്ല. പക്ഷേ ടാക്സ് ഇല്ലാത്തൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ജസ്റ്റിഫിക്കേഷൻ ഒരു പക്ഷേ ഹോൾഡ് ചെയ്യണതാണ്. അപ്പോൾ അത് പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു ഇഷ്യൂവിൽ എൻ്റെ ടേക്ക് ആയിരിക്കില്ല റഫീഖിൻ്റെ ടേക്ക്, അത് കേൾക്കണ വേറെ ഒരാളുടെ ടേക്ക്. അതുകൊണ്ട് അത് നമുക്ക് അവരുടെ താല്പര്യത്തിന് വിടുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല.